അർജുന്റെ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട്. ജിതിൻ, എനിക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ വല്ലാതെ ശബ്ദമുയർത്തി ഈ പാനലിലുള്ള ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയുണ്ട്. ഇതെല്ലാം വൈകാരികമായി ഉയർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമല്ല. ജിതിൻ ഇന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നേരത്തെ ഇവിടെ എം വിജിൻ MLA യും അത് പറയുന്നുണ്ടായിരുന്നു. ജിതിന് വീട്ടിലോട്ട് പോകണമെങ്കിൽ അർജുൻ വേണം, അർജുൻ ഇല്ലാതെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് ജിതിൻ നേരത്തെ പറയുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. എന്താണ് അതിനുള്ള തടസ്സമെന്നാണ് ജിതിൻ ഇപ്പോൾ കാണുന്നത്? തീർച്ചയായിട്ടും അർജുനില്ലാതെ ആ ഒരു പോക്ക് എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റാത്ത കാര്യം തന്നെയാണ്. കുടുംബത്തിന് അത് താങ്ങാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ അറിയാൻ പറ്റിയിരിക്കുന്നത് എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവര്. പലതും നടക്കുന്നില്ല, ചിലതെല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇന്നും പോസിറ്റീവ് തന്നെയായിരുന്നു ചിന്തിച്ചത്. പക്ഷേ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ ഇനി കടക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈശ്വർ എന്ന വ്യക്തിക്ക് അർജുനെ കരയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. നാളെ അത് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് നാളെ സാധിക്കട്ടെ. നമ്മൾ ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ചു, നാളെത്തേക്കാവുന്നു, നാളെ സാധിക്കട്ടെ. ഈ ഈശ്വർ മാൽപ്പയെക്കുറിച്ച് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അധികാരികൾ ആരും നിങ്ങളോടാരും സംസാരിച്ചിരുന്നില്ലേ? ഈ ഈശ്വരനെ വിളിക്കാമെന്നൊന്നും ആരും പറഞ്ഞില്ലേ നേരത്തെ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. നേവിക്ക് അത് ശ്രമകരമല്ല എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. കളക്ടർ ആ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മീറ്റിംഗില്. മത്സ്യത്തൊഴിലാളികളെയും ലോക്കലായിട്ടുള്ള ഇങ്ങനത്തെ ഇതുപോലെ എക്സ്പേർട്സിനെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഇപ്പോഴും നടത്തി എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഇന്ന് സതീഷ് കൃഷ്ണ MLA പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും, നാളെയും നമ്മൾ ശ്രമിക്കും, പക്ഷേ ഒഴുക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കുത്തൊഴുക്കാണ്, നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള സാഹചര്യങ്ങൾ വല്ലാതെ പരിമിതമാണെന്നൊക്കെ ഇന്നും അദ്ദേഹം പറയുന്നത് കേട്ടു. അങ്ങനൊരു സാഹചര്യത്തിൽ ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ജിതിന് മനസ്സിലായത് എന്താണ്? ജില്ലാ കളക്ടർ മാത്രമേ ഉള്ളൂ? മുഖ്യമന്ത്രിയും സർക്കാരും അവരൊക്കെ അവിടെ ഇരുന്ന് ബാംഗ്ലൂരിലിരുന്ന് വേണ്ടപ്പോൾ കാര്യങ്ങൾ ഇടപെടുന്നു എന്നതിനപ്പുറം ഇതിലേക്ക് ഇടപെടുന്നില്ലേ, കാര്യങ്ങളിലേക്ക് വരുന്നില്ലേ? അത്രയും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഞാനിപ്പോൾ എനിക്ക് സൈറ്റിൽ കാണുന്നത് കളക്ടറുടെ MLA-യുടെയും അണ്ടറിൽ തന്നെയാണ് നടക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും എനിക്ക് അറിയുള്ളൂ. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നിപ്പോൾ ഈ പാന്തൂൺ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ വന്ന് അവിടെ യോഗത്തിൽ പറഞ്ഞു, ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എത്താതെ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് ഇന്ന് എത്തിക്കണമെന്ന് പറയേണ്ടി വന്നു. എന്നിട്ടും ടെക്നീഷ്യൻസ് നാളെ രാവിലത്തേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയാനും തീരുമാനം എടുക്കാനും അവിടെ ജില്ലാ കളക്ടർ മതി എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴും ജിതിന് തോന്നുന്നുണ്ടോ? അതിലും എനിക്ക് അത്ര വ്യക്തതയില്ല. കാരണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇന്നലെ വരെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ മിഷനറി ഇവിടെ എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് രാവിലെ തന്നെ. പക്ഷേ എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങളാൽ അത് വൈകി എന്നാണ് പിന്നെ അറിയാൻ പറ്റിയത്. പക്ഷേ മിനിസ്റ്റർ അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗിൽ പറഞ്ഞ കാര്യം അതേപോലെ തന്നെ നടക്കണമെന്നാണ് കളക്ടറോടും ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജിതിൻ, വീട്ടിൽ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ടോ? അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ എന്താണ്? തീർച്ചയായിട്ടും എല്ലാ ദിവസവും എന്നത്തെ പോലെ അവസാനിക്കുമ്പോൾ കുടുംബത്തിനോടും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും എന്നും കാത്തിരിപ്പിന് അവസാനമില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് മുന്നിലുള്ളത്. എന്നാണ് അവസാനിക്കുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ജിതിന് അവസാനം സംസാരിച്ച് ഫോൺ വെക്കുന്നതിന് മുമ്പ് ഒരു ഉത്തരം കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ. ഞാൻ നാളെ കൊണ്ടുവരും, നാളെ വരും, അല്ല ഞാൻ ഒറ്റയ്ക്ക് വണ്ടി കയറി വരും എന്ന് പറയാൻ പറ്റില്ലല്ലോ ജിതിൻ. അതല്ലേ ഇന്ന് ജിതിൻ പറഞ്ഞത്? അതെ, അത് അവനില്ലാണ്ട് ഇനി ഞാൻ പോവില്ല. അത് ഉറപ്പിച്ച കാര്യം തന്നെയാണ്. നീതി കിട്ടുന്നത് വരെ തന്നെ ഇവിടെ ഇരിക്കും. നാളെ ഇപ്പോൾ എന്ത് നടക്കും എന്നാണ് ജിതിന് അവിടെ നിന്ന് മനസ്സിലാക്കാനായത്?
അറിയാൻ പറ്റിയിരിക്കുന്നത് ഡൈവിങ് ചെയ്തിട്ട് അവർക്ക് ഈ 4ാമത്തെ ലൊക്കേഷനിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ ഒരുപാട് ചളിയും മണ്ണും കല്ലുകളും നിറഞ്ഞിരിക്കുകയാണ്, മരക്കഷ്ണങ്ങളുണ്ടെന്നെല്ലാം അറിയാൻ പറ്റിയത്. അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതിൽ സാങ്കേതികത്വം എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട്. ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്, നാളെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മളെല്ലാവരും ആ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ജിതിൻ. പക്ഷേ ഇന്ത്യൻ നേവിക്ക് പറ്റാത്തത് ഈശ്വർ മാൽപേ എന്ന ഒരു പ്രാദേശിക മത്സ്യത്തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കൊണ്ട് നേടിത്തരും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണോ? വിശ്വസിച്ച് പോവുകയാണ് സാർ. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഞാനിപ്പോൾ ഇത്രയും സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നത് കണ്ടത് ഇപ്പം അവര് ഈ പ്രാദേശികമായിട്ടുള്ള ഈ ഈശ്വർ ഡൈവ് ചെയ്യുന്നതാണ് കണ്ടത്. അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടുന്നുണ്ട് അല്പമെങ്കിലും. ഒരുപക്ഷെ നേവി ഒക്കെ വന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ വിസിബിലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നേവിയൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അകത്ത് കാണാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ വെളിച്ചം ഒക്കെ അടിച്ച് കാണാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാകും, അങ്ങനെ കണ്ടെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചല്ലോ. അതെന്തുകൊണ്ട് ഇവിടെ നേവി അത് ഉപയോഗിക്കുന്നില്ല അങ്ങനെയൊന്നും? അതിൽ കുറെ സാങ്കേതിക പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. അത് അവരുടെ സൈഡിലുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് പ്രകാരം രാവിലെ അവർക്ക് സീറോ വിസിബിലിറ്റി ഒന്നും കുഴപ്പമില്ല എന്ന തരത്തിൽ തന്നെയാണ്. അവർ ഡൈവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനുമായിട്ടൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പൊ അവർക്ക് വിസിബിലിറ്റി ഒന്നും പ്രശ്നമില്ല എന്ന രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. എന്നോട് മാത്രമല്ല, ഞാനും മഞ്ചേശ്വരം MLA ആയിരുന്നാലും ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത്.